ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. മൂന്നാറിൽ കോടമഞ്ഞുറങ്ങുന്ന കാടിൻ്റെ നടുക്ക് ഒളിച്ചിരിക്കുന്ന ഒരു കിടിലൻ റിസോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മൂന്നാറിലെ ചിന്നക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 സ്റ്റാർ ലക്ഷറി റിസോർട്ടാണ് മൗണ്ടൻ ക്ലബ് റിസോർട്ട്. തേയിലത്തോട്ടങ്ങൾക്കും മനോഹരമായ മലനിരകളുടെയും നടുവിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് വെറും 20 മിനിറ്റ് ദൂരം മാത്രമേ ഈ റിസോർട്ടിലേക്കുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകം തന്നെയാണ്. വരുന്ന വഴിക്ക് തന്നെ നല്ലൊരു ചൂട് ചായയും നല്ല ചുട്ട ചോളമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ മാതൃകയിലുള്ള കരിങ്കല്ല് കൊണ്ടുള്ള ചുമരുകളും കേരളത്തനിമയുള്ള മേൽക്കൂരകളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഒരു ലേ ഔട്ട് വരുന്നത്. മെയിൻ ബിൽഡിങ്, റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂള് എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കിയാൽ മലയുടെ വ്യൂവും ഡാമിൻ്റെ വ്യൂവും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഈ കാട്ടിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നത് മുഴുവൻ പ്രൈവറ്റ് കോട്ടേജസ് ആണ്. ഒരു 15 മുതൽ 20 വരെയുള്ള കോട്ടേജസ് ഇവിടെ അവൈലബിൾ ആണ്. 1 ബെഡ്റൂമിലും 2 ബെഡ്റൂമിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെന്നപാടെ തന്നെ നേരെ റിസപ്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കാണുന്ന കോട്ടേജസ് ഒന്നും അടുത്തടുത്തല്ല, എല്ലാത്തിനും അതിൻ്റേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി റിസപ്ഷൻ ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതും നല്ലൊരു ക്ലാസ് ആയിട്ടുള്ളൊരു റിസപ്ഷൻ ഏരിയ തന്നെയാണ്. നമ്മൾ പല സ്ഥലത്തുനിന്നും കാണുന്നതെന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയായിരുന്നു അവിടെ. എന്തായാലും 9 ദിവസവും കുറേ നേരം അവിടെ കിടന്ന് ഓടിക്കളിച്ചിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 2 ബെഡ്റൂം കോട്ടേജ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സെക്യൂരിറ്റി ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ കാറ് മേളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കണ്ടാലോ. നല്ല വുഡൻ ഫിനിഷിലുള്ള ഫർണിച്ചേഴ്സും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയും ഒക്കെയാണ്. പിന്നെ താഴെ ഒരു റൂം ഉണ്ട്, അതിനോട് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബാത്റൂം. പിന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏത് റൂമിൽ നിന്ന് ഇറങ്ങിയാലും പുറത്തേക്ക് നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അത് നല്ലൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇപ്പം നമുക്ക് രാവിലെ ഒരു നല്ല ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ വന്ന് ഇങ്ങനെ അടിക്കും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഡോറ് തുറന്നാൽ അത് ഈ താഴത്തെ ഇതിലുമുണ്ട്, മേളിലും അതേപോലെ തന്നെയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് മേളത്തെ റൂമിലേക്കാണ്. ഇവിടെയും സെയിം താഴത്തെ പോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമും പ്ലസ് ബാൽക്കണിയുമാണ്.
തണുപ്പ് കൂടുതലായിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നമുക്ക് തീ കായാനായിട്ടുള്ള സെറ്റപ്പ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് നമ്മൾ സാധാരണ എവിടെയും കാണുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങളൊന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങി ഇനി ഉറങ്ങി എണീറ്റിട്ട് നാളെ രാവിലെ കാണാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ വിശന്നാൽ നമ്മൾക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട. നാടൻ ഭക്ഷണം മുതൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചൈനീസ് എന്ത് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഏരിയയിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും വരുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാൻ രാവിലെ പോയത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ മെയിൻ ലക്ഷ്യം ഭക്ഷണം കഴിക്കുന്നതിലും മെയിൻ ലക്ഷ്യം സ്വിമ്മിംഗ് പൂളിൽ ചാടുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു. പിന്നെ വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാ കോട്ടേജസും ഫുള്ളായിരുന്നു. നല്ല ആളും തിരക്കും ഒക്കെ ആയിരുന്നു. നമ്മൾ നടന്നിങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളിലൊരു അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോട കയറി ഒന്നും കാണില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്നത്തേയും ചെറുതായിട്ടൊന്ന് കോട മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഡാമിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ കാണാൻ പറ്റും. കുറച്ച് ലൈറ്റായിട്ട് ചെന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് വേണമെങ്കിലും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ കാര്യമായിട്ട് തന്നെ കഴിച്ചു. ഇഡലി, ദോശ, പുട്ട്, പിന്നെ ബ്രെഡ് ഐറ്റംസ്, സ്നാക്സ്, ഡെസേർട്ട് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം നല്ല ടേസ്റ്റി ഐറ്റംസ് ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൊമ്മൂനൊന്ന് ചാടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജലദോഷവും രസുവിന് ചെറിയ പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കളിച്ചില്ല. ആ ഒരു കിഡ്സിന് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം നല്ല തണുത്ത കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് റൂമിലേക്കൊക്കെ വന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ ഇരിക്കുക. പ്രകൃതിയുടെ സൗണ്ടൊക്കെ കേട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്ത് കോടമഞ്ഞൊക്കെ കണ്ട് ഈവനിങ് ആകുമ്പോഴത്തേക്കും ചെറിയൊരു ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക. 2 ദിവസം നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാമിലിക്ക് പ്രൈവറ്റായിട്ട് നിൽക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടും എനിക്ക് തോന്നി. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ